അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 വ്യാഴാഴ്ച. ആവേശം പകർന്ന് സംസ്ഥാനത്ത് മുന്നണികളുടെ കലാശപ്പോര്. പുതുചരിത്രം എഴുതുമെന്ന് LDF. മുഴുവൻ സീറ്റിലും ജയമെന്ന് UDF. 2 അക്ക സീറ്റ് നേടുമെന്ന് NDA. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും അണികളും ഒരേ സ്ഥലത്ത് കുട്ടിക്കലാശം നടത്തി ആവേശം നിറച്ചു. കുട്ടിക്കലാശത്തിനിടെ പലയിടത്തും സംഘർഷം. ക്രെയിനുകളിലും JCBകളിലുമേറിയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത്. 20 മണ്ഡലങ്ങളിലും വൈകിട്ട് 6 കുട്ടിക്കലാശത്തോടെ പരസ്യ പ്രചാരണം സമാപിച്ചു. ഇന്ന് ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രധാനമന്ത്രി കസേരയിൽ ലേലം വിളി നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ വർഷവും സഖ്യത്തിന് ഓരോ പ്രധാനമന്ത്രിമാരായിരിക്കും. 5 വർഷം 5 പേർ രാജ്യം ഭരിക്കണോ? പ്രധാനമന്ത്രി കസേര ലേലം വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്നും മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോടിക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ നൽകുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മഹാലക്ഷ്മി പദ്ധതിയെ പരാമർശിച്ചായിരുന്നു രാഹുലിന്റെ വാഗ്ദാനം. ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് BJP എന്നും, എന്നാൽ ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനാകില്ലെന്നും രാഹുൽ പറഞ്ഞു. ഇന്ത്യ സഖ്യം ഭരണഘടനയെ സംരക്ഷിക്കാനാണ് പോരാടുന്നതെന്നും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് BJPക്കെതിരായ അതിശക്തമായ അടിയൊഴുക്കുണ്ടെന്നും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അടിയൊഴുക്ക് തിരിച്ചറിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ സ്ത്രീകളുടെ താലിമാല പോലും സുരക്ഷിതമായിരിക്കില്ലെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ കടുത്ത മറുപടി. പ്രക്ഷോഭത്തിനിടെ മരിച്ച 600 കർഷകരുടെ ഭാര്യമാരുടെ താലിമാലകളെക്കുറിച്ച് മോദിക്ക് എന്തുകൊണ്ട് ആശങ്കയില്ലെന്നും, മണിപ്പൂരിൽ പീഡനത്തിനിരയായി താലിമാല പോലും നഷ്ടമാകും വിധം സ്ത്രീകൾ ദുരിതമനുഭവിച്ചപ്പോൾ എവിടെയായിരുന്നു പ്രധാനമന്ത്രിയെന്നും, നോട്ട് നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള മോദിയുടെ കരുതൽ എവിടെയായിരുന്നുവെന്നും പ്രിയങ്ക ചോദിച്ചു. രാജ്യത്തിനു വേണ്ടി താലിമാല സമർപ്പിച്ചയാളാണ് തന്റെ അമ്മയെന്ന് അച്ഛൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം പരാമർശിച്ച് നേരത്തെ പ്രിയങ്ക മോദിയെ വിമർശിച്ചിരുന്നു. ഉറച്ചുനിൽക്കുന്ന ജനപ്രതിനിധികളാണ് ലോക്സഭയിൽ എത്തേണ്ടതെന്നും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏപ്രിൽ 26 ജനങ്ങൾ അതാണ് രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പ് നടക്കും മുമ്പ് സ്ഥാനാർത്ഥികളെ വിലക്കെടുത്ത് ജനങ്ങളുടെ ജനാധിപത്യാവകാശം റദ്ദു ചെയ്യുന്നതിലേക്ക് BJP മാറി എന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കെതിരെ തുറന്നടിച്ച് K സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന റോഡ് ഷോയ്ക്കിടെ തന്റെ പട്ടി പോലും BJPയിൽ പോകില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചു. തന്നെ അറിയുന്നവർ BJPയിലേക്ക് പോകുന്നതിന് താനാണോ ഉത്തരവാദിയെന്ന് അദ്ദേഹം ചോദിച്ചു. ആരെങ്കിലും BJPയിലേക്ക് പോയതിന് താനെന്തു പിഴച്ചു? എനിക്ക് നല്ലൊരു പട്ടിയുണ്ട്, ബ്രൂണോ എന്നാണ് പേര്, അതുപോലും BJPയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. പരാജയഭീതിയിൽ വോട്ടെടുപ്പിന് മുമ്പേ CPM അക്രമം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരസ്യപ്രചരണം അവസാനിച്ചതിന് പിന്നാലെ പലയിടത്തും CPM പ്രവർത്തകർ അക്രമം നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ തലയ്ക്കും നെഞ്ചിലും CPM അക്രമികൾ നടത്തിയ കല്ലേറിൽ പരിക്കേറ്റു. നിരവധി കോൺഗ്രസ് UDF പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത സംസ്കാരം പരിരക്ഷിക്കുന്നവർ ജയിച്ചു വരണമെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ.
ശിവഗിരി മഠത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ സഹായം ചെയ്തിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും പറഞ്ഞതിൽ നിലപാട് വ്യക്തമാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ബിജെപിയുടെ പ്രതിനിധി ഇല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ സൗകര്യങ്ങൾ കേരളത്തിന് ലഭിക്കില്ലെന്നും അതുകൊണ്ട് ബിജെപി പ്രതിനിധി ജയിക്കണമെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ. പൗരത്വ പ്രശ്നം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് മാത്രമാണ് ഇത് വിഷയമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി. യമനിലെ ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നിമിഷപ്രിയയെ കാണാൻ അനുമതി ലഭിച്ചത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുവെന്നും പ്രേമകുമാരി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞെന്നും അമ്മ പറഞ്ഞു. കരുവന്നൂർ കേസിൽ എം വർഗീസിന് വീണ്ടും നോട്ടീസ് അയച്ച് ഇ.ഡി. ഈ മാസം 29-ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഇന്നലെ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. LDF-ഉം BJP-യും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തിരുവനന്തപുരത്തെ മത്സരം BJP-യും LDF-ഉം തമ്മിലാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതിന്റെ മുഖ്യ എതിരാളി RSS നയിക്കുന്ന BJP തന്നെയാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. തൃശൂർ പൂരത്തിനിടയിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. അനാവശ്യ ഇടപെടൽ കാരണം വെടിക്കെട്ട് വൈകിയെന്നും ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് ഉള്ളത്. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാചകവാതകം, പെട്രോൾ എന്നിവയുടെ വില കുറയ്ക്കും, 15 ലക്ഷം അക്കൗണ്ടിൽ ലഭിക്കും, കർഷകന്റെ വരുമാനം കൂട്ടും എന്നീ ഗ്യാരണ്ടികൾ ഒന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കിന് ചാക്കിന്റെ വില പോലുമില്ല. തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പരാജയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം UDF ചെയർമാൻ എന്ന നിലയിൽ തനിക്കായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ശശി തരൂരിനെതിരെ വിമർശനവുമായി കടകംപള്ളി സുരേന്ദ്രൻ. പന്ന്യൻ രവീന്ദ്രനെതിരെ നടത്തിയ പരാമർശത്തിനെതിരെയാണ് കടകംപള്ളി രംഗത്തെത്തിയത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും തരൂരിന് ഇത്രയും അഹങ്കാരം വേണ്ടെന്നുമാണ് കടകംപള്ളി പറഞ്ഞത്. താങ്കൾക്കുള്ള മറുപടി ജനങ്ങൾ തരുമെന്നും കടകംപള്ളി പറഞ്ഞു. പോളിംഗ് സ്റ്റേഷനുകൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യം നീക്കം ചെയ്യലും സംസ്കരണവും സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകി അധികൃതർ. മാലിന്യങ്ങൾ തരംതിരിച്ച് സംഭരിക്കുന്നതിനുള്ള സംവിധാനം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുക്കണം. സംഭരിക്കുന്ന മാലിന്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ ഹരിതകർമ്മസേനയ്ക്കോ കൈമാറിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. കോഴിക്കോട് ICU പീഡന കേസിലെ അതിജീവിതയുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു. IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഭവത്തിൽ ഉത്തരമേഖല IG അന്വേഷണം ആരംഭിച്ചത്. വനിതകൾക്കും അംഗപരിമിതർക്കും മുതിർന്ന പൌരന്മാർക്കും അന്തർക്കും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സീറ്റുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് ഇവർക്കായി നൽകിയിരിക്കുന്ന നമ്പറുകളിലെ സീറ്റുകളിലും ഓൺലൈൻ കൗണ്ടർ ബുക്കിംഗും ഒഴിവാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി എറണാകുളം ജില്ലാ കളക്ടർ. പോളിംഗ് ഡ്യൂട്ടിക്ക് ഹാജരാകാത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് ജോലിക്ക് നിയോഗിക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. നേരത്തെ അവധിക്കായി നൽകിയ അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം പോളിംഗ് ഡ്യൂട്ടി നിശ്ചയിച്ച് നൽകിയിട്ടുള്ളവരെ ഒരു കാരണവശാലും ഒഴിവാക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ തരംഗമെന്ന് MM ഹസൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി അംഗീകരിക്കുമോയെന്നും കനത്ത പരാജയമുണ്ടായാൽ രാജിവെച്ച് ജനവിധി തേടുമോയെന്നും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ചോദിച്ചു. സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ തരംഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയുള്ള തരംഗമാണ് കാണാൻ കഴിയുന്നതെന്നും 20-ൽ 20 സീറ്റും നേടുമെന്നത് UDF-ന്റെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
മട്ടന്നൂരിൽ 2 ബക്കറ്റുകളിലായി സൂക്ഷിച്ച 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്ത പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ പോളിംഗ് ദിനത്തിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് UDF. ഇതിനാൽ കണ്ണൂരിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് UDF കത്ത് നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് മട്ടന്നൂർ കോളാരിയിൽ സ്വകാര്യ വ്യക്തിയുടെ പാടത്ത് 2 ബക്കറ്റിലായി സൂക്ഷിച്ച 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സുപ്രീംകോടതി. വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും VVPAT സ്ലിപ്പുമായി ഒത്തുനോക്കണമെന്ന ഹർജി വിധി പറയുന്നതിനായി മാറ്റിവെച്ചു. ഹർജി പരിഗണിക്കവേ സാങ്കേതിക കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വ്യക്തത തേടിയിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിലെ ഡാറ്റ 45 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കോടതി വ്യക്തത തേടിയത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിദർഭയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കുഴഞ്ഞു വീണു. പ്രവർത്തകർ ചേർന്ന് ഗഡ്കരിക്ക് ഉടൻ വൈദ്യസഹായം നൽകി. ചൂട് താങ്ങാൻ കഴിയാതെയാണ് വീണുപോയത്. ആരോഗ്യനില തൃപ്തികരമാണെന്നും അടുത്ത പര്യടന കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണെന്നും ഗഡ്കരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലക്നൌവിലെ കനൌജിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കും. അഖിലേഷ് യാദവ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അറിയിച്ചു. കനൌജിൽ നേരത്തെ SP അഖിലേഷിന്റെ ബന്ധു തേജ് പ്രതാപ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് അഖിലേഷ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെതിരായ താലിമാല പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ MPയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ ഡിംപിൾ യാദവ് പുൽവാമയിലെ ജവാന്മാരുടെ ഭാര്യമാരുടെ താലിമാല അറുത്തതാരെന്നും ജവാന്മാർക്ക് വിമാനം നൽകാതെ റോഡ് മാർഗം കൊണ്ടുപോയത് എന്തിനാണെന്നും ഡിംപിൾ യാദവ് ചോദിച്ചു. IPLിലെ ആവേശ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് 4 റൺസിന് പൊരുതി തോറ്റ് ഗുജറാത്ത് ടൈറ്റൻസ്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് 43 പന്തിൽ 88 റൺസ് എടുത്ത ഋഷഭ് പന്തിന്റെയും 43 പന്തിൽ 66 റൺസ് എടുത്ത അക്സർ പട്ടേലിന്റെയും കരുത്തിൽ 224 റൺസ് എടുത്തു. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിനായി സായ് സുദർശനും ഡേവിഡ് മില്ലറും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറികളുമായി പൊരുതിയെങ്കിലും 4 റൺസ് അകലെ ഗുജറാത്ത് വീണു. മുകേഷ് കുമാർ എറിഞ്ഞ അവസാന ഓവറിൽ 19 റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നതെങ്കിലും 14 റൺസ് എടുക്കാനേ ഗുജറാത്തിനായുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.